നമസ്കാരം സുഹൃത്തുക്കളെ, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് വേൾഡ് കപ്പിലെ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും സൂപ്പർ പോരാട്ടം നടക്കാൻ പോവുകയാണ്. ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. അപ്പോൾ നമ്മോടൊപ്പം ഇതിൻ്റെ കോംപ്രഹെൻസീവ് പ്രിവ്യൂ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടെ ഫുട്ബോൾ നിരീക്ഷകൻ ഷിഹാബ് സാറുണ്ട്. വെൽക്കം ഷിഹാബ് സാർ. ഇന്നിപ്പം ഈ വേൾഡ് കപ്പിൽ ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും സൂപ്പർ മാച്ച് വരെയാണ്. വേൾഡ് റാങ്കിങ്ങിൽ 6ാമതുള്ള ബ്രസീലും 7ാമതുള്ള മൊറോക്കോയും തമ്മിലാണ് കളി. ബ്രസീൽ 5 വേൾഡ് കപ്പൊക്കെ നേടിയ ടീമാണ്. ഇന്നലെ പക്ഷേ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മുഹമ്മദ് ഒഹാബി നമ്മുടെ മൊറോക്കോയുടെ കോച്ച് പറയുണ്ടായി, ബ്രസീലിനോട് റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് യാതൊരുവിധ ഭയവും ഇല്ല. ആ ധൈര്യം എവിടെ നിന്ന് വരുന്നതാണ്? മൊറോക്കോയുടെ സമീപകാല മത്സരങ്ങൾ തന്നെയാണ്. അവർ കഴിഞ്ഞ വേൾഡ് കപ്പിലും അതുപോലെ തന്നെ സമീപകാല മത്സരങ്ങളിൽ നിന്ന് ആർജിച്ചിട്ട് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരെ കളിക്കാരിലുള്ള വിശ്വാസമുണ്ട് ഒരുപാട്. അവർ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിലല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതെ, അവർ ടീമായിട്ട് വളരെ കോമ്പാക്റ്റായിട്ട് എല്ലാ ഏരിയയും ഒന്നായിട്ട് വളരെ ഡെഡിക്കേറ്റഡ് മൈൻഡോട് കൂടി കളിക്കുന്ന ഒരു വലിയ താരങ്ങളുണ്ട്. അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്രസീലിൻ്റെ ഭാഗത്ത് നെയ്മർ ജൂനിയർ ഇല്ല. അത് ഇപ്പം അഷ്റഫ് ഹക്കീം ഇന്നലെ പ്രസ് കോൺഫറൻസ് പറയുണ്ടായി, നെയ്മർ വേണമായിരുന്നു, കാരണം ലോകത്തെ ബെസ്റ്റ് പ്ലെയേഴ്സിനോട് കളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നെയ്മർ വൺ ഓഫ് ദി ബെസ്റ്റാണ്. സോ മാത്രമല്ല, നെയ്മറുടെ അവസാന വേൾഡ് കപ്പ് ആണല്ലോ, അപ്പോൾ അദ്ദേഹത്തിനെതിരെ കളിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് അഷ്റഫ് ഹക്കീം അറിയുന്നുണ്ട്. മറുഭാഗത്ത് മുഹമ്മദ് ഒഹാബി അവരുടെ കോച്ച് പറയുന്നുണ്ട്, നെയ്മർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊരുപോലെയാണ്, കാരണം ഞങ്ങൾ വിത്ത് നെയ്മർ ഓർ വിത്തൗട്ട് നെയ്മർ അവരോട് മുട്ടാൻ ഞങ്ങൾ പ്രിപ്പയർഡ് ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് അവരിറങ്ങുന്നതെന്ന് വേണം കരുതാൻ. ഒരു സംശയമില്ല. മൊറോക്കോയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ ഇപ്പോൾ ഈ വേൾഡ് നമ്പർ 7ലേക്ക് എങ്ങനെ എത്തിയത് എന്നുള്ളത്. അപ്പോൾ അതൊരു ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഭയപ്പെടുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സമീപനം പോലെയാണ്. നമ്മൾ എന്തിനേയും നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഒരു ഭയപ്പാട് നോക്കി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അപ്പോൾ ബ്രസീൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുവരെ എല്ലാ വേൾഡ് കപ്പിലും കളിച്ച ഒരു ടീം മാത്രമേ ഉള്ളൂ, അത് ബ്രസീലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ടീമിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ തീർച്ചയായിട്ടും അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ആഞ്ചലോട്ടി പോലും പറയുന്നത് വെച്ചെങ്കിൽ മൊറോക്കോയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ടീം. അത് മാത്രമല്ല, ഈ വേൾഡ് കപ്പിന് പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് വേൾഡ് കപ്പാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ടീം കപ്പ് നേടും എന്ന് പറയാൻ നമുക്ക് പറ്റാത്ത അവസ്ഥ. ഏത് ടീമുകൾക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഭയപ്പാടില്ലാതെ കാര്യങ്ങൾ കാണണമെന്ന്. പക്ഷേ ഇന്നലെ ആഞ്ചലോട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, ഭയം നല്ലതാണ്, ഭയം ഇല്ലെങ്കിൽ നമ്മളൊരു സിംഹത്തിനെ കാണുമ്പോൾ അത് പൂച്ചയെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതായത് ഒരു ഭയം നമ്മൾ വലിയ ആൾക്കാരോട് പോയി മുട്ടുന്നതിൽ അർത്ഥമില്ല എന്നാണ് അദ്ദേഹം. പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്തുന്ന ഭയം എന്ന് പറയുന്ന സംഭവമാണ്. ഓക്കെ, അതേസമയം വെച്ചെങ്കിൽ എന്താ പറയുക, അതൊരു കാര്യമാണ്. പക്ഷേ നിർഭയത്വം എന്ന് പറയുന്നത് ഓരോരുത്തർ അപ്രോച്ചാണ്. അപ്പം ഞാൻ കാണുന്നത് മൊറോക്കോയുടെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിർഭയമായിട്ട് ടീമിനെ മെറിറ്റ് നോക്കാതെ, 1ാം നമ്പറാണോ 2ാം നമ്പറാണോ നോക്കാതെ, അവരൊരു ടീമായിട്ട് വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഒരു യുണൈറ്റഡ് ടീമായിട്ട് കളിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഒരുപക്ഷെ ഭയം പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ അത്രമാത്രം ഹിസ്റ്റോറിക്കായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ച ടീമാണ്. ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ആഞ്ചലോട്ടി എന്ന് പറയുന്ന കോച്ചിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്ന മൂപ്പർക്ക് ഇതുപോലെ തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഒരു താഴെ റാങ്കിലുള്ള ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ടീമിനെ 1ാം റാങ്കിലെ ടീമിനെ വെച്ചെങ്കിൽ ഞങ്ങൾക്ക് അവരെ ഭയമുണ്ട് എന്ന രീതിയിൽ പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് അത് രണ്ട് ടീമിൻ്റെ അപ്രോച്ചിൻ്റെ ഒരു വ്യത്യാസമാണ്. അപ്പം ബ്രസീൽ ഇപ്പോൾ ഈ കളിക്ക് വരുമ്പോൾ കോച്ച് സെറ്റ് ചെയ്തിട്ടുള്ളൊരു 11 ഏതാണ്ട് ഒരു 11 ഇപ്പോൾ നമുക്കറിയാം. ഗോൾ കീപ്പറായിട്ട് ആലിസൺ, ഡിഫൻസിൽ മാർക്കിന്യോസും മെഗല്ലസും, സെൻറ്റർ ബാക്കുമാർ 2 വർഷങ്ങളിലായിട്ട് ഡാനിലോയും അലക്സാൻഡ്രോയും. സെൻറ്റർ ബാക്ക് പെയറിൽ നമുക്ക് സംശയമില്ല, ലോകത്തെ ഏറ്റവും ബെസ്റ്റ് സെൻറ്റർ ബാക്ക് പെയേഴ്സായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിച്ച 2 ടീമിലെയും പ്രധാനപ്പെട്ട 2 സെൻറ്റർ ബാക്കുമാർ, ആഴ്സണലിൻ്റെ ഗബ്രിയൽ മെഗല്ലസും PSG മാർക്കിന്യോസും. 2 വിങ് ബാക്കുമാർ, ഒരാൾ അലക്സാൻഡ്രോയും മറ്റൊരാൾ ഡാനിലോ ആണ്.
അവർ അത്രത്തോളം എന്ന് പറയുക ഒരു ഡിഫെൻസീവ് വിങ് ബാക്കുമാരായില്ല. പഴയ കഫു, റോബർട്ടോ കാർലോസ് കാലം നമ്മൾ കണ്ടതാണ്. ഇരു വിങ്ങുകളിലൂടെയും ഇടിച്ചു കുത്തി കയറുന്ന ആ ഒരു ബ്രസീൽ അത് ആവില്ല തവണ എന്നൊരു തോന്നലുണ്ട്. എനിക്ക് തോന്നുന്നത് ആഞ്ചലോട്ടി എക്സ്പീരിയൻസ് ആണ് അവിടെ നോക്കിയിട്ടുള്ളത്, പരിചയ സമ്പത്തുണ്ട്. ഇപ്പോൾ ടീമുകളും ഡാനിലോ കളിച്ചിട്ടുള്ള ക്ലബ്ബുകളും ഇപ്പം നിലവിൽ ഡാനിലോ ഫ്ലെമിംഗ് ബ്രസീൽ ലീഗിലാണ്. പക്ഷെ അതിൽ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ. അവിടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇല്ലാത്ത ആളെ ടീമിലെടുത്തു പ്ലേയിങ് ലെവലിൽ കൊടുക്കുന്നു എന്നുള്ളത് ബ്രസീൽ തന്നെ ഭയങ്കര അല്ലെങ്കിൽ ഡഗ്ലസ് സാന്റോസ് ഉപയോഗപ്പെടുത്താം. പക്ഷെ ഇവർ രണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇന്നിപ്പം ബ്രസീൽ മാധ്യമം ഗ്ലോബൊക്കെ തന്നിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ ഒരു ഡിഫെൻസീവ് അപ്രോച്ച് ഉണ്ടോ കൂടുതൽ, അതായത് വിങ്ങിലൂടെ ആക്രമിക്കണ്ട എന്നൊരു തോന്നൽ? ഒരുപക്ഷെ അപ്പുറത്ത് അഷ്റഫ് ഹക്കീമിയും ഇപ്പുറത്ത് മസ്റോയുമാണ്, അവർ ഇടിച്ചു കുത്തി ഇങ്ങോട്ട് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ഇങ്ങനൊരു സെറ്റാക്കൽ എന്നുള്ള. അല്ല, അങ്ങനെ വെച്ചെങ്കിൽ എനിക്ക് തോന്നുന്നു ഓപ്ഷൻസിന്റെ കാര്യത്തിലുള്ള ഒരു ലിമിറ്റേഷൻസ് പിന്നെ അതിൽ കൂടുതൽ അവർ പക്ഷേ പരിചയ സമ്പത്തിന് ഒരു മുൻഗണന കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ ഡാനിലോയും അതേപോലെ തന്നെ അലക്സാണ്ടറും എടുക്കാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് കാണുന്നത്. അപ്പോൾ പക്ഷേ അതിലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 2022 ബ്രസീലിന്റെ ഫസ്റ്റ് മാച്ചിന്റെ ലൈനപ്പ്, ആ ലൈനപ്പും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ലൈനപ്പും തമ്മിൽ, അതിപ്പോൾ ഗ്ലോബൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ലൈനപ്പും തമ്മിൽ 3 താരങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അന്ന് കളിച്ച റിച്ചാർലിസൺ, തിയാഗോ സിൽവ, ഇവർ രണ്ടുപേരും സ്കോട്ടിലില്ല. പിന്നെ നെയ്മർ പരിക്ക് പറ്റി പുറത്താണ്. ഈ 3 താരങ്ങൾക്ക് പകരം പിന്നെ വരുന്നത് ബ്രൂണോ ഗുയിമാരസ് ഉണ്ട്, ഗബ്രിയൽ മെഗല്ലസ് ഉണ്ട്, അതുപോലെ തന്നെ മാത്യൂസ് കുഞ്ഞ ഉണ്ട്. അപ്പോൾ ഈ 3 പേര് മാത്രമാണ് മാറ്റുള്ളത്. 4 കൊല്ലം കടന്നുപോയിട്ടും അന്നത്തെ ടിറ്റയുടെ ചിന്താഗതി എന്താണോ അതേ രൂപത്തിൽ തന്നെയാണ് ആഞ്ചലോട്ടിയും ചിന്തിക്കുന്നത് എന്നുള്ള ഒരു വിശകലനം വരുന്നുണ്ട്. അതിൽ പിന്നെ പുതിയ താരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ സ്ട്രൈക്കേഴ്സ് ആയിട്ടുള്ള എൻട്രിക്കും വന്നിട്ടില്ല. ടീമുകളിൽ ഇതേപോലെ തന്നെ എന്താ പറയുക, ഡിഫൻസ് മിഡ്ഫീൽഡിലേക്ക് പറഞ്ഞ പോലെ തന്നെ പുതിയ പുതിയ താരങ്ങൾ വരുന്നില്ല. മുമ്പ് ബ്രസീൽ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 17, 18, 20, 22 റേഞ്ചിലുള്ള പ്ലേയേഴ്സ് പറയുമ്പോൾ ഓരോ പുതിയ പുതിയ താരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ കേസിൽ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു പരിമിതി ഉണ്ട്. പക്ഷെ സ്റ്റിൽ ബ്രസീൽ എന്ന് പറയുന്നത് ബ്രസീലാണ്. പക്ഷെ എന്തെങ്കിലും ആഞ്ചലോട്ടി എന്തെങ്കിലും കണ്ടതുണ്ടാവും തീർച്ചയായിട്ടും. അതാണ് അത്. ഒരു പക്ഷേ ഈ ഞാൻ വിചാരിക്കുന്നത് മറുഭാഗത്ത് നല്ല 2 വിങ്ങർമാർ ഇടിച്ചു കയറാൻ സാധ്യതയുണ്ട്. അഷ്റഫ് ഹക്കീമി വേൾഡ് ടോപ്പാണ്, മറുഭാഗത്ത് മസ്റോയും ഉണ്ട്. അപ്പോൾ അതിനെ തടയുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ ഡിഫൻസ് ഇങ്ങനെ ഒരുക്കുന്നതിൽ. അതേപോലെ അപ്പുറത്ത് ഒരു സാധ്യത ഉണ്ട്. ഇപ്പോൾ മൊറോക്കയെ സംബന്ധിച്ചിടത്തോളം നായഫ് സെൻട്രൽ ഡിഫൻസ് ബ്രസീലിനെ സംബന്ധിച്ച് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഭാഗത്ത് അവിടെ ഒരു ഡ്യുവൽ നടക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും. പക്ഷെ അവിടെ ഞാൻ കാണുമ്പോഴേ ഇപ്പം അവരുടെ ഒരു ലൈനപ്പ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന അവിടെ റൈദും ദിയോപ്പും സെൻട്രൽ ബാക്കുമാരാവാനാണ് സാധ്യത. അപ്പം അങ്ങനെ വരുമ്പോൾ അവരും ടോപ്പ് ക്ലാസ് ടീമുകളിൽ കളിക്കുന്നവരാണ് എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അറ്റാക്കിന് സപ്പോർട്ട് ചെയ്യുന്ന വിങ് ബാക്കുമാരുണ്ട്. ബ്രസീലിന് അതില്ല എന്ന് അത് സാറ് പറഞ്ഞ പോലെ ഒരു പക്ഷേ ഓപ്ഷൻ്റെ കുറവുകൊണ്ടും കൂടി ആയിരിക്കണം. ഇപ്പോൾ ഡഗ്ലസ് സാന്റോസ് വിങ്ങിൽ കളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആളുകൾക്ക് അത് നമ്മുടെ ഫാൻസിനൊക്കെ കുറച്ചുകൂടി സന്തോഷം. കാരണം ഈ അലക്സാന്ദ്രോനെ കണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മോശം എന്നുള്ളൊരു ഫീല് പലർക്കുണ്ട്. അതുപോലെ ഇപ്പുറത്ത് വെസ്ലിക്ക് പരിക്ക് പറ്റിയതാണ് ഒരു തിരിച്ചടിയായത്. അല്ലെങ്കിൽ കാണുന്നത് കാസമിറോ ഒരു ഡിഫൻസീവ് ഷീൽഡായി കണ്ട് ഉണ്ട്. അപ്പോൾ ഗമറാസ് അതേപോലെ തന്നെ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ ആണ്. അപ്പൊ ആ രീതിയിലൊക്കെ സ്വാഭാവികമായിട്ടും അതിനെ കുറെ കവർ ചെയ്യാൻ പറ്റും എനിക്കാണ് തോന്നുന്നത്. പക്ഷെ ഇവർ എത്രത്തോളം അറ്റാക്ക് ചെയ്യുന്നുള്ള കാര്യത്തിലുള്ള ഒരു സംശയം എനിക്കുണ്ട്. പിന്നെ പറയുമ്പോൾ ഇപ്പൊ ഈ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ബ്രൂണോ ഗുയിമാരസും കാസമിറോയും ആയിരിക്കും ഉണ്ടാവുക. ഓൾമോസ്റ്റ് ഒരു ഡബിൾ പിവോട്ട് പോലെ അവരുണ്ടാവും. അതേസമയം റാഫീഞ്ഞക്ക് ഇപ്പൊ മുന്നേറ്റത്തിൽ അദ്ദേഹത്തെ വലതു പാർശ്വത്തിൽ കളിപ്പിക്കാനുള്ളൊരു സാധ്യതയാണ് കണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഗ്ലോബൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ പക്വറ്റ വലത് കളിക്കുന്നു, ഇടതുഭാഗത്ത് വിനി കളിക്കുന്നു, മുന്നേറ്റത്ത് കയറിയിട്ട് കുഞ്ഞൊക്കൊപ്പം റാഫീഞ്ഞയെ കളിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ റാഫീഞ്ഞ കുറച്ചുകൂടി ഒരു ഫ്രീഡം അറ്റാക്കിന് കൊടുക്കുന്ന രൂപത്തിൽ ആണ് കോച്ച് തന്ത്രങ്ങൾ ഒരുക്കുന്നതെന്നാണ് കേൾക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ റാഫീഞ്ഞയെ സപ്പോർട്ട് ചെയ്യാൻ വലതു പാർശ്വത്തിൽ പക്വറ്റ ഉണ്ടാവും. ഇത് എത്രത്തോളം, കാരണം റാഫീഞ്ഞ ഇപ്പോൾ ബാഴ്സലോണയിൽ കളിക്കുന്നത് പ്യുവർ വിങ്ങർ ആയിട്ടാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് റൈറ്റ് പൊസിഷൻ വിങ്ങർ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിലെങ്ങനെയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നത് അഞ്ചലോട്ടിക്ക് 12 മത്സരങ്ങൾ പരിചയം ഇതുവരെ കിട്ടിയിട്ടുള്ളത് ബ്രസീലുമായിട്ട് ഒരു വർഷത്തെ ഇടയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും അതിനിടയിൽ വർക്ക് ചെയ്ത ചില കാര്യങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ മൊറോക്കോയായിട്ടുള്ള കഴിഞ്ഞ മത്സരം ഒരു സൗഹൃദ മത്സരം 2023-ലാണ്.
പക്ഷെ അതിനുശേഷം ഒരുപാട് നമ്മളെപ്പോഴും ബ്രസീലിന് ഒരിക്കലും ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള ടീമാണ് ബ്രസീൽ, തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ ബ്രസീലിനെ പോലെ ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള ടീം ഏതാണ്? വേറൊരു ടീം ഉണ്ടാവും. ഇല്ല അതാണ് അത്. പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ റഫീഞ്ഞ ആ ഒരു പൊസിഷനിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു പ്ലാൻ എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും റഫീഞ്ഞയും ആ ഒരു റൈറ്റ് വിങ്ങിൽ തന്നെ കളിപ്പിക്കാൻ സാധ്യത തോന്നുന്നത്. അപ്പോൾ പക്കറ്റ് ഒരു പക്ഷേ സെൻറ്ററിലേക്ക് മാറും, ഒരു നമ്പർ 10 രൂപത്തിലേക്ക് പക്കറ്റ് മാറേണ്ടി വരും. അപ്പോഴും ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ മാത്യൂസ് കുഞ്ഞാണ് സ്ട്രൈക്കർ. കുഞ്ഞെ സംബന്ധിച്ചിടത്തോളം ഒരു പ്യുവർ നമ്പർ 9 ഒന്നുമല്ല. അദ്ദേഹം കുറച്ചുകൂടി പുറകോട്ടൊക്കെ ഇറങ്ങി ബോളൊക്കെ എടുത്ത് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഈ ഗോൾ അടിക്കാൻ ആരാണ്? ഗോൾ അടിക്കാൻ എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ഫോർമാറ്റ് നമ്മളിപ്പോൾ 4-2-3-1 ആക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു പക്ഷെ നമ്മൾ ഈഗർ തിയാഗോ ഇറക്കുകയാണെങ്കിൽ നേരെ പുറകിലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിലൊക്കെ അങ്ങനെ മാറാം. പക്ഷെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഇത് ഫിക്സ്ഡ് ആണെന്നാണ് നമുക്കിപ്പോൾ ഈ കിട്ടുന്ന സോഴ്സുകൾ. സാധാരണ ബ്രസീലിൽ നമുക്ക് കിട്ടുന്ന സോഴ്സിൽ വിശ്വസിക്കാൻ പറ്റിയ സോഴ്സ് എന്നാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതന്നെ ആയിരിക്കും അങ്ങ് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞത് എന്താ വെച്ചാൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എന്നാണ് അവർ ഈ തരുന്ന സോഴ്സ്. അതുപോലെ തന്നെയാണ് നമ്മൾ മിക്ക കളികളും കാണാറുള്ളത്. അപ്പോൾ കുഞ്ഞാണ് സ്ട്രൈക്കർ എന്നുള്ളത് തന്നെയാണ്, ഓൾമോസ്റ്റ് തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിലായിരിക്കും ഒരു പക്ഷേ എൻട്രിക്കും ഇഗോർ തിയാഗോക്ക് വരാൻ സാധ്യത. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവരുടെ സെൻട്രൽ ഡിഫൻസ്, മൊറോക്കോയുടെ സെൻട്രൽ ഡിഫൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു പക്ഷേ അതൊന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ പ്യുവറായിട്ടുള്ള ഒരു നമ്മുടെ കുഞ്ഞെ തന്നെ നിലനിർത്തിയിട്ടുണ്ടാവുക ഒരു പക്ഷേ എനിക്ക് തോന്നുന്നതാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ എന്താ പറയുക, ഒരു സ്ട്രൈക്കറെ ലോൺ സ്ട്രൈക്കറെ മുന്നിൽ അതിൽ പുറകിൽ മാത്യൂസ് കുഞ്ഞിനെയൊക്കെ നിർത്തിയിട്ടുള്ള ഒരു സമീപനമൊക്കെ ഒരു പക്ഷേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു ലൈനപ്പ് നോക്കുമ്പോഴേ വേറൊരു പ്യുവർ സ്ട്രൈക്കർ ഇല്ല എന്നുള്ള ഒരു പക്ഷേ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ രണ്ട് വിങ്ങിലൂടെ മസ്രോയും ഹക്കീമിയും കൂടി കയറി വരുമ്പോൾ അവിടെ അവരുടെ ഡിഫൻസ് സെൻറ്റർ ബാക്കുമാർ മാത്രമായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി വിങ്ങിലൂടെ വിനി ജൂനിയറിനെ ഇടിച്ച് കയറാൻ പറ്റും. അതുപോലെ തന്നെ മറുഭാഗത്ത് റാഫിഞ്ഞക്കും കയറാൻ പറ്റും. അപ്പോൾ ആ രണ്ട് വിങ്ങുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹക്കീമി മസ്രോയും കയറി പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ രണ്ട് വിങ് അവിടെ ഇങ്ങനെ ഓപ്പൺ ആവാനുള്ള സാധ്യത ഉണ്ട്. അത് മുതലെടുക്കാൻ വിനീൻ്റെ സ്പീഡും കൂടി വരുമ്പോൾ കാര്യങ്ങൾ ഒരു പക്ഷേ എളുപ്പമാകാൻ സാധ്യതയുണ്ട്. അതായിരിക്കണം ആഞ്ചലോട്ടി ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ളൊരു സാധ്യത തോന്നുന്നു. അതാണ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ക്ലബ്ബ് ടീമുകളെ ഒരു ഇന്റർനാഷണൽ ടീം പരിശീലിപ്പിച്ച് വേൾഡ് കപ്പിൽ വരുന്നതായിട്ടാണ്. ഒരു പക്ഷേ എന്തായാലും ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അത്രയും അനുഭവ സമ്പത്തുള്ള ഒരു ട്രെയിനറാണ്. സ്വാഭാവികമായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകാം. ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് മൊറോക്കോ ആയിട്ടുള്ള ഈ ഒരു മത്സരം, മൊറോക്കോ മത്സരത്തിൽ നിന്ന് ഏകദേശം ഒരു ചിത്രം വ്യക്തമാകും ബ്രസീലിനെ കുറിച്ച് എന്താണെന്നുള്ളത്. കാരണം ഈ വേൾഡ് കപ്പിൽ ബ്രസീലിന് ഒരു കണക്കിന് ഇത് നല്ലതാണ്. തുടക്കത്തിലെ ഒരു ഹാർഡ് ടെസ്റ്റ് കിട്ടുന്നത്, ബാക്കി രണ്ടും ഏതാണ്ട് ഷുവർ ബെറ്റാണ്. കാരണം ഹെയ്ത്തിയും സ്കോട്ട്ലൻഡും ഇപ്പോൾ ബ്രസീലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഫുട്ബോളാണ്, എന്തും സംഭവിക്കാമെന്ന് പറയാൻ മാത്രം. പക്ഷേ ബാക്കി രണ്ടും ബ്രസീൽ കടക്കാൻ സാധ്യതയുണ്ട്. ഈ കളി ഒരു ഡു ഓർ ഡൈ മാച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡു ഓർ ഡൈ എന്ന് പറയാൻ കാരണം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനുള്ള കാര്യത്തിൽ, അല്ലാതെ മുന്നോട്ട് കയറാൻ ഇപ്പോൾ ഇത് അത്ര വലിയൊരു ഇഷ്യൂ ആകാൻ സാധ്യതയില്ല. അത് തോറ്റാൽ പോലും ബാക്കി രണ്ട് കളിയിൽ ജയിച്ചാൽ കയറി പോകുന്നതാണ്. തീർച്ചയായും. അപ്പോൾ ഈ കളി വിജയിക്കുകയാണെങ്കിൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസും വലുതാണ്. കാരണം വേൾഡ് റാങ്കിങ്ങിൽ 7ാമതുള്ള ടീമാണ് മൊറോക്കോ. അപ്പോൾ അവരെ മറികടക്കുകയാണെങ്കിൽ കിട്ടാവുന്ന ഒരു കോൺഫിഡൻസും നല്ലതാണ്. അപ്പോൾ ഈ മിസ്റ്റേക്സ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. ഒരു ഹ്യൂജ് മാർജിനിലുള്ള ജയം, രണ്ട് ടീമാണെങ്കിലും ഹ്യൂജ് മാർജിനുള്ള ജയത്തിന് സാധ്യതയില്ല. ഒരു ലോ സ്കോറിംഗ് മാച്ച് ആവാനല്ലേ സാധ്യത? വലിയ മത്സരം ഉണ്ടാകാൻ എസ്പെഷ്യലി മൊറോക്കോയുടെ ഒരു ഡിഫൻസ് ആണെങ്കിൽ ഒരു കോമ്പാക്റ്റ് ആണ്. സ്വാഭാവികമായിട്ടും വെച്ചെങ്കിൽ അധികം ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് അവർ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അതേസമയം വെച്ചെങ്കിൽ ഡെഡ് ബോളുകൾ സിറ്റുവേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല കോർണർ കിക്ക് എടുക്കുന്നവരുണ്ട്, അതേപോലെ നല്ല രീതിയിൽ ഹെഡ് ചെയ്യുന്നവരുണ്ടാവുക. അപ്പോൾ ആ രീതിയിലുള്ള അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നാലും അത് വലിയൊരു സ്കോറിലേക്കൊന്നും പോകില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ മൊറോക്കോയുടെ മുന്നേറ്റം നിരയും കൂടി ഒന്ന് പറയണം. അവർക്ക് വളരെ മികച്ച രൂപത്തിൽ കളിക്കുന്ന ഔനാഹി ഉണ്ട്, പിന്നെ റയൽ മാഡ്രിഡിൻ്റെ ബ്രൈൻ ഡയസ് ഉണ്ട്, പിന്നെ എൽ കനൂസ് ഉണ്ട്. ഗോളടിക്കാൻ ഇപ്പോൾ എസബ്ദെ പരിക്ക് പറ്റി പുറത്തു പോയത് അവർക്കൊരു തിരിച്ചടിയാണ്. പക്ഷേ സൈബരിന് ഇപ്പം ബയൺ മ്യൂണിക്ക് സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ സന്നാഹ മത്സരത്തിലടക്കം മാർക്കിന്യോസിൻ്റെ മിസ്റ്റേക്ക് കണ്ടു, എതിരാളികൾ അത് ഉപയോഗിച്ച് ഗോളടിക്കുന്നത് കണ്ടു. ബ്രസീലിൻ്റെ ഡിഫൻസ് പൊളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു മുന്നേറ്റ നിര മൊറോക്കോക്കില്ലേ?
മൊറോക്കോയിൽ ഇപ്പോൾ നിലവിലെ ടീം അതേപോലെ തന്നെ റാങ്കിങ് പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ടീം തന്നെയാണ്. ഇപ്പോൾ എല്ലാ മേഖലയിലും ഇപ്പോൾ ഡിഫൻസ് അവർ ഗോൾ കീപ്പർ മുതൽ അതേപോലെ തന്നെ ഫോർവേഡ് മുതലുള്ള നല്ലൊരു നിര തന്നെയാണ്. പക്ഷേ ബ്രസീൽ മറുഭാഗത്ത് ഇതേ രീതിയിലുള്ള ഒരുപാട് സ്ട്രാറ്റജി കണ്ടുവച്ചിട്ടുണ്ടാവും അവരുടേതായ രീതിയിൽ. ഇപ്പോൾ ആഞ്ചലോട്ടി ബോർഡ് ഒരു ഭാഗത്ത് അവർ ട്രെയിനർ മാനേജറായിട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള മറുമരുന്ന് അവരുടെ അടുത്ത് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ മൊറോക്കോയുടെ ഒരു 11 നമ്മൾ പറയുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് യാസിൻ ബോനോ, ഡിഫൻസിൽ റെയ്ദും അതുപോലെ ദിയോപ്പിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മസ്റോയും ഹക്കീമിയും 2 വർഷങ്ങളിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുകയും ചെയ്യും. പിന്നെ ബുവാദി, എൽ ഐനോയി, അത് നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്, മധ്യനിര. പിന്നെ എൽ കന്നോസും ഔനാഹിയും അതുപോലെ ബ്രൈൻ ഡയസും മുന്നേറ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. മുന്നേറ്റത്തിൻ്റെ കുന്തമുനയായിട്ട് സൈബരി ഉണ്ടാവും. അപ്പോൾ ഞാൻ പല ഫാൻസും പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്, ഈ മൊറോക്കോ ഒക്കെ ബ്രസീലിനൊരു എതിരാളിയാണോ എന്നുള്ളത്. അത് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അത്ര അങ്ങ് ഫോളോ ചെയ്യാത്തതുകൊണ്ടായിരിക്കണം. ഞാൻ വെറുതെ ഫാൻസിന് മനസ്സിലാൻ വേണ്ടി പറയുകയാണ് മൊറോക്കോൻ്റെ ടീമിൻ്റെ ഓരോ പ്ലേയേഴ്സിനെ കുറിച്ച്. നിങ്ങൾക്കറിയാം, യാസിൻ ബോനോനെ ഒരു പക്ഷേ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അടക്കം മികച്ച പ്രകടനം നടത്തി. ലാ ലീഗയിലായിരുന്നു. പിന്നെ അദ്ദേഹം ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. സോ ആഫ്രിക്കയിലെ ബെസ്റ്റ് ഗോൾ കീപ്പർ പുരസ്കാരം നേടിയിട്ടുള്ള ആളാണ്. ഹക്കീമിയുടെ കാര്യത്തിൽ പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം, PSG സൂപ്പർ താരം. ആഫ്രിക്കൻ ബാലൻഡ്യൂർ, ആഫ്രിക്കൻ ബെസ്റ്റ് പ്ലെയർക്ക് കൊടുക്കുന്ന ആഫ്രിക്കൻ ഗോൾഡൻ ബോൾ നേടിയ അദ്ദേഹമാണ്. പിന്നെ ചാദി റെയ്ദും അതുപോലെ ഇസാ ദിയോപ്പുമാണ് സെൻട്രൽ ബാക്കുമാർ. സോ 100% പ്രീമിയർ ലീഗ് സെൻട്രൽ ഡിഫൻസീവ് പെയറിംഗ് ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ പിന്നെ മസ്റോയും ഹക്കീമിയും 2 വർഷങ്ങളിലായിട്ട് 2 വേൾഡ് ബെസ്റ്റ് ഫുൾ ബാക്ക് പ്ലേയേഴ്സ് അവർക്കുണ്ട്. പിന്നെ ബുവാദിയും എൽ ഐനോയും ഒരുപക്ഷെ അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം അതാണ്. മിഡ്ഫീൽഡ് പിടിക്കാൻ 2 സൂപ്പർ പ്ലേയേഴ്സ് ഉണ്ട്. ഒരുപക്ഷെ വേൾഡ് ടോപ്പ് 10 നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഡബിൾ പിവോട്ടാണ് അവിടെ ഉള്ളത്. പിന്നെ ഔനാഹി ലാലിഗയിലെ ബെസ്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് പറയാവുന്ന പ്ലെയറാണ്. എൽ കന്നൂസ് ബുണ്ടസ് ലീഗയിലെ ടോപ്പ് 4 സ്റ്റാർട്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ പെടുന്നയാളാണ്. പിന്നെ ബ്രൈൻ ഡയസിനെ പറയേണ്ട കാര്യമില്ല, റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റ നിര താരമാണ്. സൈബരി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതാ ബയൺ അദ്ദേഹത്തെ കുത്തി കൊണ്ടുപോകാൻ പോകുന്നു. ടൽബി ആണെങ്കിൽ പ്രീമിയർ ലീഗിലെ സ്റ്റാർട്ടറാണ്. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു സൂപ്പർ നിരയാണ്. ബ്രസീൽ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? അട്ടിമറി എന്നിപ്പോൾ പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അട്ടിമറി എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിലൊരു സമനില ആണെങ്കിൽ തന്നെ, ഈ മാച്ച് സമനില ആണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ആ ഒരു ഗ്രൂപ്പിലെ വിധി നിർണ്ണയിക്കപ്പെടും എന്നുള്ളതാണ്. മറ്റുള്ള മത്സരങ്ങൾ, ഇപ്പോൾ ബ്രസീൽ മറ്റുള്ള മത്സരങ്ങളൊന്നും വലിയ രീതിയിലുള്ള സ്വാഭാവികമായിട്ട് വെല്ലുവിളി നേരിടില്ല എനിക്ക് തോന്നുന്നത്. ഈ ഒരു ബ്രസീൽ മൊറോക്കോ മത്സരമാണ് തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള മത്സരം. അപ്പോൾ ഇതിപ്പോൾ സമനില ആയാലേ ബാക്കി കളികളിൽ ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് വിന്നർ ആണെങ്കിൽ പിന്നെ ഗോൾ ഡിഫറൻസ് ആയിരിക്കും നോക്കുക. ബാക്കി കളികളിൽ 2 ടീമും ഗോൾ വർഷം നടത്താൻ വേണ്ടി ശ്രമിക്കൂലേ? അതുണ്ടാവും തീർച്ചയായിട്ടും. അതായത് ഇപ്പം ബ്രസീലാണെങ്കിൽ ഇപ്പം ഹെയ്ത്തിക്കെതിരെ മിക്കവാറും 2 ടീമും ടാർഗറ്റ് ചെയ്യാൻ സാധ്യത പിന്നെ ഹെയ്ത്തിനെയാണ് അല്ലേ? ഹെയ്ത്തിക്ക് മേലൊരു ഗോൾ വർഷം നടത്താനുള്ള സാധ്യത അതോടുകൂടി അവിടെ ഓപ്പൺ അപ്പ് ആവുകയാണ്. എനിക്ക് തോന്നുന്നത് മൊറോക്കോ നല്ല വെല്ലുവിളിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ബ്രസീൽ എങ്ങനെയെങ്കിലും ഒരു ഗോളിനെങ്കിലും, വളരെ ക്ലോസ് ആയിട്ടുള്ള കോണ്ടസ്റ്റ് ആയിരിക്കും, പക്ഷെ ഒരു ഗോളെങ്കിലും എങ്ങനെയാണ്, കാരണം വെച്ചെങ്കിൽ ഫോർവേഡ് അതേപോലെ തന്നെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊറോക്കോനെ അപേക്ഷിച്ച് ബ്രസീലിനാണ് കൂടുതൽ ഞാൻ കാണുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ വിങ്ങേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പക്വേറ്റ ഒന്നുകൂടി നല്ല രീതിയിലൊക്കെ ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സംഭവങ്ങളൊക്കെ ഒന്നുകൂടി, ലിങ്കിന് അതേപോലെ തന്നെ ഡിഫൻസും അതേപോലെ തന്നെ നമ്മുടെ ആക്ച്വലി ലിങ്കിങ് പ്ലെയർ ആയിട്ട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന പ്ലെയറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ റാഫിഞ്ഞയും വിനിയും രണ്ട് താരങ്ങള് അറ്റാക്കിങ്ങിൽ കൂടുതൽ മൂർച്ച ബ്രസീൽ തന്നെയാണ്, അതിലത് സംശയമില്ല. അതിപ്പോ എസബ്ദെ പരിക്ക് പറ്റി പുറത്തു പോയതോടുകൂടി അതൊരു തിരിച്ചടിയും കൂടി ആയിട്ടുണ്ട് മൊറോക്കോക്ക്. അവരുടെ അറ്റാക്കിങ്ങിന് ഒരു പരിധി വരെ അതൊന്ന് കുറക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. പിന്നെ ഇതിൽ ഞാൻ പ്രധാനമായിട്ടും പറയണമെന്ന് വിചാരിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മിഡ്ഫീൽഡിലെ ബാറ്റിൽ അപ്പോൾ അവർക്ക് ബുവാദിയും എൽ ഐനോയും ചേർന്നിട്ടായിരിക്കും മിഡ്ഫീൽഡ് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. 2 നല്ല മിഡ്ഫീൽഡേഴ്സാണ്. അതുപോലെ തന്നെ മറുഭാഗത്ത് ബ്രൂണോ ഗുയിമാരസും കാസമിറോയും. അപ്പോൾ ഈ മിഡ്ഫീൽഡിൽ ഒരു നല്ല ബാറ്റിൽ നടക്കാൻ സാധ്യതയില്ല. കാരണം കളി അവിടെ ഒരു ആര് വിൻ ചെയ്യുന്നോ അവർക്ക് കളി കിട്ടാനുള്ളൊരു സാധ്യത കൂടുതലില്ലേ. മിഡ്ഫീൽഡ് നിയന്ത്രണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കളിയെ സംബന്ധിച്ചിടത്തോളം. അതിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രൂണോ ഗെയ്മാറസ് അതേപോലെ തന്നെ കസമിറോ ഡിഫെൻസീവ് ആണ് ഒന്നുകൂടി, പക്ഷേ
കസമീറോ തന്നെ എക്സലന്റ് ആക്ച്വലി എന്താ പറയുക ടാക്ലിങ്ങിലും അതേപോലെ തന്നെ ഒരുമിച്ച് കയറി എല്ലാത്തിനും ഒരു ഗോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലും ഇപ്പൊ അദ്ദേഹത്തിന് മികവ് കാണാറുണ്ട്. യുണൈറ്റഡിലൊക്കെ നമ്മള് അല്ലെ അത് ആവശ്യമുള്ള സമയത്ത് ഗോള് അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോക്സ് ടു ബോക്സ് ആണ്. ഒരു എഞ്ചിന് കണക്കെ ശരിക്കും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മിഡ്ഫീൽഡിൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ആധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു മത്സരം ഉണ്ടെങ്കിൽ പോലും ബ്രസീലിന് അത് കുറെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതിൽ ഈ സാർ എൻജിൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ടിറ്റെ, ബ്രസീലിൻ്റെ മുൻ കോച്ച്. ഈ ടിറ്റയും ആഞ്ചലോട്ടിയും ഞാൻ പറയാ ടിറ്റൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് ആഞ്ചലോട്ടി. ടിറ്റ മുമ്പ് ക്ലബ്ബ് വേൾഡ് കപ്പൊക്കെ അദ്ദേഹം ക്ലബിനൊപ്പം വിജയിച്ചിട്ട് ഈ കോച്ചിങ് കരിയറിന് ഒരു ബ്രേക്ക് എടുത്തിട്ട് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ നൂതന ഫുട്ബോൾ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ ഒന്ന് കറങ്ങി. ആ കറങ്ങലിൽ ആഞ്ചലോട്ടിൻ്റെ കൂടെ പോയി കുറേ കാലം താമസിച്ചു. അപ്പോൾ ടിറ്റയുടെ ഈ ഫിലോസഫീസും ആഞ്ചലോട്ടിൻ്റെ ഫിലോസഫീസും ഓൾമോസ്റ്റ് ഒന്നാണ്. ഒരു ചെറിയ അവരുടെ സംസാരങ്ങൾ പോലും ഫിലോസഫിക്കലായിട്ട് രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെയാണ്. ഈ പ്രസ് കോൺഫറൻസ് ടിറ്റൻ്റെ കാലത്ത് ഭയങ്കര ഫിലോസഫിക്കൽ പ്രസ് കോൺഫറൻസുകളായിരിക്കും. അതുപോലെ ഇപ്പോൾ ഇന്ന് എനിക്ക് ഈ പൂച്ചൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്, അതായത് സിംഹം പൂച്ച എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നത് ടിറ്റനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ടിറ്റെ 2018 ആദ്യ വേൾഡ് കപ്പ്, അതായത് ടിറ്റ കോച്ചായിട്ടുള്ള ആദ്യ വേൾഡ് കപ്പ്, ആ സമയത്ത് റെനാറ്റോ അഗസ്റ്റിനെ ടീമിലെടുത്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും റെനാറ്റോ അഗസ്റ്റിനൊക്കെ ഇനി വീണ്ടും ടീമിലെടുക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി, നമ്മളൊരു മെഷീൻ പ്രവർത്തിപ്പിക്കുമ്പോൾ ആ മെഷീൻ ഒരു എൻജിൻ വേണം, അത് നല്ല സ്ട്രോങ് എൻജിനാവണം. ആ എൻജിന് ചുറ്റുമാണ് ഞാൻ എൻ്റെ ടീം ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ ആവില്ല, ആ ടീമിനെ പ്രവർത്തിപ്പിക്കാൻ തന്നെ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറെ എല്ലാ കോച്ചുമാരും കണ്ടുവച്ചിട്ടുണ്ടാവും. അതായത് ആറ്റിറ്റ്യൂഡ്, നാച്ചുറൽ ടാലന്റ്, ഇതിന്റെ കാര്യത്തിൽ ഇപ്പോൾ ബ്രൂണോ ഗിംബ്രസ് അങ്ങനെ കഴിയുന്നതാണ്. പക്ഷെ അവിടെ ഒരു ട്രെയിനർ കൂടി വരുമ്പോൾ, അപ്പോൾ അത് ആഞ്ചലോട്ടിയെ പോലെ ട്രെയിനർ വരുമ്പോൾ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണത് കൂടി ഉണ്ടാവും. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് എന്താ പറയുക, നമുക്ക് ആ ബ്രൂണോ എന്ന് പറയുന്ന ആ രീതിയിലുള്ള ഒരു പ്രകടനം കൂടി വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതെ, പലപ്പോഴും ക്ലബ് ലെവലിലുള്ള പെർഫോമൻസ് ബ്രൂണോ ഇന്ന് ദേശീയ ടീമിൽ വരുന്നില്ല എന്നുള്ളൊരു ആരോപണം പൊതുവേ ഉണ്ട്. അതിപ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ല, റാഫിഞ്ഞയെ പറ്റി അങ്ങനെ പറയുന്നവരുണ്ട്, വിനി ജൂനിയറെ പറ്റി അങ്ങനെ പറയുന്നവരുണ്ട്. മൊത്തത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ബ്രസീൽ ടീം പ്ലേയേഴ്സ് ലോകോത്തര ക്ലബ്ബുകളിൽ കിടിലം കളി കളിക്കുന്നു, ബ്രസീൽ ടീമിൽ വരുമ്പോൾ അത് കാണുന്നില്ല എന്നുള്ളത്. പ്രതിഭ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരിക്കലും ബ്രസീലിനെ സംബന്ധിച്ചുണ്ടാവാറില്ല. പക്ഷെ ഇത് എങ്ങനെയാണ് ഇവരെ ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ്. ബ്രസീലിന് എക്കാലവും നമ്മളിപ്പോൾ എന്താ പറയുക, ആക്ച്വലി എന്ന് പറയുക ബ്രസീൽ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതിഭാധാരാളിത്തത്തിന് പേര് കേട്ടതാണ്. കാരണം യൂറോപ്പിനെ പോലെയല്ല, യൂറോപ്പിലെ ഫുട്ബോളേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാസ് റൂട്ട് ലെവൽ പ്രൊഫഷണലി അല്ലെങ്കിൽ അങ്ങനത്തെ സയന്റിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ രീതിയിൽ തന്നെ കിട്ടി വരുന്നവരാണ്. പക്ഷേ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് എന്ന് പറയുന്നത് അവർ ദാരിദ്ര്യവും പരിവട്ടവും ഇതിൽ കൂടെ സ്ട്രീറ്റിലെ തെരുവിലൊക്കെ കളിച്ചിട്ട് ഹൃദയം കൊണ്ട് കളിച്ചിട്ട് നാച്ചുറൽ ഫ്ലെയർ അങ്ങനെ കൊണ്ട് കയറി വരുന്നവരാണ്. അപ്പം അതേപോലെ തന്നെ എന്താ പറയുക, പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംബന്ധിച്ചെങ്കിൽ ഈ ടാലൻറ്റ് എങ്ങനെ മാനേജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ആഞ്ചലോട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആഞ്ചലോട്ടിയെ പോലെയുള്ള ഒരു മാനേജറുടെ, ഒരു ട്രെയിനറുടെ ഒരു ഇമ്പോർട്ടൻസ് സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൂ, ഒരു വർഷം ഏകദേശം ബ്രസീലിനൊപ്പം ആയിട്ടുള്ളൂ. എന്നാലും തീർച്ചയായിട്ടും എന്താ പറയുക, നമുക്ക് ഈ വേൾഡ് കപ്പിൽ ഈ ഒരു മത്സരത്തോട് കൂടി ആക്ച്വലി എന്ന് പറയുന്നത് ബ്രസീൽ എക്സ്പോസ് ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ ബ്രസീൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. വേൾഡ് കപ്പിൽ എത്ര ദൂരം ബ്രസീൽ പോകും എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടുന്ന മാച്ചായിരിക്കും. സാർ ഈ ഫ്ലയറും ഈ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ പറഞ്ഞപ്പോഴേ അത് ഓണാക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് ഓണാക്കാനുള്ള ബട്ടൺ എവിടെ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് ഓർമ്മ വരുന്നത് 2002 വേൾഡ് കപ്പിൽ ബ്രസീൽ കിരീടം ചൂടിയ വേൾഡ് കപ്പാണല്ലോ. അന്ന് ലൂയി ഫിലിപ്പെ സ്കോളറിയാണ് കോച്ച്. പിന്നെ 2014 ദുരന്തമായി മാറി. അത് പോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ദുരന്തം അല്ല, ടീം മൊത്തം അങ്ങനെയായിരുന്നു. പോട്ടെ. അപ്പോൾ 2002 വേൾഡ് കപ്പ് എടുത്ത ആ ടീമിന് മൂപ്പര് ചെയ്യാറുള്ള ഒരു മാന്ത്രിക ഫോർമുല ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഓരോ കളിക്ക് മുമ്പും 2 വീഡിയോസ് പ്ലേ ചെയ്യുമായിരുന്നു അത്ര. ഇത് പിന്നീട് റോബർട്ടോ കാർലോസ് പറഞ്ഞ സംഭവമാണ്. 2 വീഡിയോസ് ടീമിനെ മൊത്തം അങ്ങനെ ഇരുത്തിയിട്ട് പ്ലേ ചെയ്യും. ഒന്ന് ബ്രസീൽ ഗോൾ അടിക്കുമ്പോൾ ആരാധകരെ ആർത്തി വിളിക്കുന്ന ആവേശം കാണിക്കുന്നത്, ഒന്ന് ബ്രസീൽ ഗോൾ വഴങ്ങുമ്പോൾ ആരാധകർ സങ്കടപ്പെടുന്നത്. അപ്പോൾ ഈ 2 വീഡിയോയും കാണിച്ചിട്ടാണ് ടീമിനെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് വിടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ആളുകൾ നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്, അവരെ നിരാശരാക്കരുത് എന്നുള്ള ഒരു ചാവിയും കൊടുത്ത് അല്ലെങ്കിൽ ആ സ്വിച്ച് ഓൺ ആക്കിയിട്ടാണ് ഇറക്കി വിടുന്നത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റും
അതുപോലെ ഈ പ്രതിഭകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളിടത്താണ് ശരിക്കും ഈ റിസൾട്ട് വരുന്നത്. തീർച്ചയായിട്ടും 2002 ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിന്റെ ചരിത്രം 1970 ബ്രസീലിന്റെ ഏറ്റവും മികച്ച ടീം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ അതിനുശേഷം 2002 3R അടക്കമുള്ള റൊണാൾഡോ, റിവാൾഡോ, റൊണാൾഡീഞ്ഞോ, ആക്ച്വലി എന്താ പറയാ, അതേപോലെ തന്നെ എന്താ പറയാ ഒക്കെയുള്ള ഒരു ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ടീമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ ടീമിൽ പ്രതിഭയുണ്ട്, സ്വാഭാവികമായിട്ട് വളരെ യൂണിറ്റി ഒരു ആക്ച്വലി എന്താ പറയുക ഒരു ടീമായിട്ട് കളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, അത് എങ്ങനെ മാനേജ് ചെയ്യപ്പെടുന്നു, നമ്മൾ പ്രതിഭകൾ ഉണ്ടായിട്ട് കാര്യമില്ല, ടാലൻ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, അത് എങ്ങനെ മാനേജ് ചെയ്യപ്പെടുന്നു എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ വേൾഡ് കപ്പിൻ്റെ കാര്യം പറയുമ്പോഴേ അന്ന് ഈ 3R ഉണ്ട് എന്നുള്ളത് ശരിയാണ്, അത് ആർത്രയ ഉണ്ട്. പക്ഷേ മിഡ്ഫീൽഡിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാർ ആ വേൾഡ് കപ്പിൽ അങ്ങ് പൊളിച്ചെടുക്കും. ഗിൽബർട്ടോ സിൽവൻ്റെ ഒരു പ്രകടനം, അതുപോലെ തന്നെ ക്ലബ്ബേഴ്സൺ വന്നിട്ട് ആ ഫൈനലിലൊക്കെ അടിച്ച ആ ബാറൊക്കെ ഇളക്കിയിട്ടുള്ള ഒരു അടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺസങ് ഹീറോസ് എന്ന് പറയാവുന്ന കുറച്ച് ആളുകൾ കൂടി വരുമ്പോഴാണ് ഈ സംഗതി ക്ലിക്കായിട്ട് പോകുന്നത്. ചില ടൂർണമെൻറ്റുകളിൽ അപ്രതീക്ഷിതമായിട്ട് ആ രൂപത്തിൽ കളിക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടാവും. ഇത്തവണ ബ്രസീൽ ടീമിൽ ആ റോളിൽ ആര് കളിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാച്ച് പുരോഗമിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ആളുകളൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ അവരുടെ ഏറ്റവും ബെസ്റ്റ് പുറത്ത്. ഇപ്പോൾ ഗിൽബർട്ടോ സിൽവ ഞാനും വിചാരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ആൾ നേരെ ആഴ്സണലിൽ എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ ആഴ്സണലിൻ്റെ ഒരു ലെജൻഡായിട്ടാണ് അവിടുന്ന് പോരുന്നത്. അതേസമയം ക്ലബ്ബേഴ്സിന് അത് കഴിഞ്ഞില്ല. ക്ലബ്ബേഴ്സ് യുണൈറ്റഡിൽ എത്തിയെങ്കിലും അവിടെ ക്ലിക്കാവാതെ വളരെ കുറഞ്ഞ കാലം മാത്രം കളിച്ചിട്ട് തിരിച്ചു പോരുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അതേപോലെ ഇപ്പോൾ എൻട്രിക്കോ കളി പുരോഗമിക്കുമ്പോൾ, അതായത് വേൾഡ് കപ്പ് അടുത്ത സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ എൻട്രിക്കോ, ഇഗോർ തിയാഗോ ഒക്കെ ആ രൂപത്തിൽ മാറാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും എൻട്രിക്കോ എനിക്ക് തോന്നുന്നു നമ്മൾ പെലെ, റൊമാരിയോ പോലെയുള്ള എന്താ പറയുക റീസെന്റ് കമ്പാരിസൺ നടക്കുന്നതാണ്. എൻട്രിക്കോ അങ്ങനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ പെലയോടൊന്നും എന്നെ കമ്പയർ ചെയ്യേണ്ടെന്നുള്ളതാണ് എൻട്രിക്കോ പറയുന്നത്. പക്ഷേ എൻട്രിക്ക് ടാലൻറ്റഡ് ആണ്, ആക്ച്വലി എന്താ പറയുക നല്ലൊരു എക്സലൻറ്റ് ഫിനിഷറാണ്, ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ നമ്മളൊരു മൊറോക്കോ പോലുള്ള ടീമായിട്ട് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വെച്ചെങ്കിൽ ഒരു പക്ഷേ ഒരു റിസ്കിന് ഒരു പക്ഷേ ഉള്ള സാധ്യത വളരെ റിസ്ക് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഇവരൊന്നും ഇറക്കാത്തെന്ന് തോന്നുന്നു ഫസ്റ്റ് ലെവലിൽ അല്ലേ. തീർച്ചയായിട്ടും മത്സരങ്ങൾ പുരോഗമിത്തോളം തീർച്ചയായിട്ടും പരീക്ഷിക്കാം ഇറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിൽ ഈ പറഞ്ഞാണ് ഇതിന്റെ കറക്റ്റ്. ഇന്നത്തെ കളിയിൽ വലിയൊരു റിസ്കിലേക്ക് പോവാതെ, വലിയൊരു പരിക്ക് പറ്റാതെ സമനില ആയാലും കുഴപ്പമില്ലാന്ന് ഇപ്പൊ ആഞ്ചലോട്ടി ഇന്ത്യക്കും നമുക്കറിയാം, കാരണം ആഞ്ചലോട്ടിയാണ്. കാരണം നെഗറ്റീവ് ടാക്ടിക്സ് പൊതുവെ എനിക്ക് എങ്ങനെയാണ് എന്താ പറയാ ബ്രസീൽ ടീം ഒരുപക്ഷെ ബ്രസീലിനെ സംബന്ധിച്ചുള്ള ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കൊരു ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസീൽ എപ്പോഴും പോസിറ്റീവ് ഫുട്ബോൾ കളിക്കും. ആഞ്ചലോട്ടിയാണ്. പക്ഷെ എങ്ങനെയാണ് തന്ത്രങ്ങൾ അതാണ് ആഞ്ചലോട്ടി ആകുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ആകാം. കാരണം ആഞ്ചലോട്ടി ഇപ്പം ഒരു 3-4 ദിവസം മുമ്പ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ആഞ്ചലോട്ടി താരങ്ങളോട് പറയുന്നത് പ്രീ ക്വാർട്ടർ മുതൽ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനൽ മുതലാണ് നമ്മുടെ വേൾഡ് കപ്പ് ആരംഭിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ഗ്രൂപ്പ് സ്റ്റേജ് നമ്മൾ എന്തായാലും കടക്കും, അതിപ്പോൾ സമനില ആയാലും എന്തായാലും എല്ലാം കടക്കും, അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കളി ആരംഭിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് പ്ലേയേഴ്സിന് അദ്ദേഹം കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു വലിയ റിസ്ക് ഇല്ലാതെ കടന്നു പോവുക, അത് ഈ റയലിലായ സമയത്ത് നമ്മൾ കണ്ടിരുന്നതാണത്. ഈ സീസണിൻ്റെ അവസാനം ആകുമ്പോഴേക്കും ടോപ്പ് ഗിയറിലേക്ക് റയൽ മാറുന്നു, ആഞ്ചലോട്ടിയുടെ റയൽ മാറുന്നു. അതുവരെ പക്ഷേ ഇങ്ങനെ അങ്ങ് വലിയൊരു പ്രശ്നമില്ലാതെ കടന്നു പോയിട്ട് അവസാന സ്ട്രെച്ചിൽ അങ്ങ് പിടിക്കുക എന്നുള്ളത് ആ രൂപത്തിലേക്കാണോ ഇപ്പോൾ ഈ കളിയൊക്കെ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആഞ്ചലോട്ടി ഇത് സമനില കൊണ്ട് കയറിയാലും ഒറ്റ ഗോളിൽ ജയിച്ചാലും മതി, നമ്മളിപ്പോൾ ബ്രസീൽ കളിക്കുമ്പോൾ 5-6 ഗോൾ അടിച്ച് ജയിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു കളി ഇന്ന് കാണാനുള്ള സാധ്യത കുറവല്ലേ? തീർച്ചയായിട്ടും ആഞ്ചലോട്ടിയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞപ്പോഴേ ആഞ്ചലോട്ടി തന്നെ പറഞ്ഞിട്ടുള്ളത് അഡാപ്റ്റ് ചെയ്യാന്നുള്ള സിറ്റുവേഷനെ എങ്ങനെയാ വെച്ചെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കൾച്ചർ അതേപോലെ തന്നെ പ്ലെയേഴ്സ് എങ്ങനെയാണ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആഞ്ചലോട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അതിന് ഉതകുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക ടീമിനെ നല്ല രീതിയിൽ എസ്പെഷ്യലി ഫസ്റ്റ് കളി മൊറോക്കോനായിട്ട് കൊണ്ട് അതിൻ്റെ നല്ലൊരു മുന്നൊരുക്കം ഒരു പ്രിപ്പറേഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടാവും, നല്ല ഹോംവർക്ക് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ബ്രസീൽ ഇറങ്ങി നല്ല രീതിയിൽ കളിക്കാനാണ് സാധ്യത. എപ്പോഴും അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ മത്സരം വിജയിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാർഡ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നുള്ള ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയാ നമുക്ക് മത്സരം കാണാം,
മത്സരം കാണുന്നില്ല. അതാണല്ലോ അതിന്റെ പോസിറ്റീവായിട്ടുള്ള വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടീമുകൾ മത്സരിക്കുമ്പോൾ എന്ന് പറയുന്നത് ഒരു കളിയെ സമയത്തോളം പോസിറ്റീവാണ്. മറ്റേന്ന് വെച്ചെങ്കിൽ എന്താ പറയാ, ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് നെഗറ്റീവ് ടാക്ടിക്സിലൂടെ പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഒരുപക്ഷെ ചിലപ്പോൾ അതിൽ നെഗറ്റീവ് ഇഫക്റ്റ് ആവും ചിലപ്പോൾ ഉണ്ടാവുക. അതെ അതെ അതെ. അപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞതാണ്, സാറ് പറഞ്ഞ ആ കാര്യമാണ് അതിലുള്ളത്. അതായത് ജയിക്കോ തോൽക്കോ എന്നുള്ളതല്ല, പോരാടും, കോമ്പീറ്റ് ചെയ്യും ഈ ടീം എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു വാഗ്ദാനമാണ് ആരാധകർക്കും കൊടുക്കുന്നത്. ജയം തോൽവി എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ബ്രസീൽ ടീം ഏറ്റവും മികച്ച രൂപത്തിൽ കോമ്പീറ്റ് ചെയ്യുന്ന അദ്ദേഹം കോൺഫിഡൻസോട് കൂടി പറയുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട് ഏത് ടീമിനോടും, ലോകത്തെ ഏത് ടീമിനോടും കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്വാഡ് എൻ്റെ കയ്യിലുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആഞ്ചലോട്ടി എന്ത് തന്ത്രങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല. ആഞ്ചലോട്ടി ആയതുകൊണ്ട് ഈ കളി അങ്ങ് കടന്നു പോയാൽ മതി എന്ന് അദ്ദേഹം വിചാരിച്ചാൽ ആ രൂപത്തിലുള്ള ടാക്ടിക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബ്രസീൽ ഫാൻസിലൂടെ പറയുന്നത് ഇതൊന്നും ഒരു 5-6 ഗോളിന് അങ്ങ് എടുത്തിട്ട് അലക്കി മൊറോക്കോയെ തകർക്കുന്നു പ്രതീക്ഷിക്കണ്ട, അതിനുള്ള സാധ്യത കുറവാണ്. മറിച്ച് വലിയ പരിക്ക് പറ്റാതെ നല്ല രൂപത്തിൽ ഈ ഗെയിം കടന്നു പോകാനായിരിക്കും ശ്രമിക്കുക. മൊറോക്കോയെ സംബന്ധിച്ചിടത്തോളം അവർ മെയ് മറന്ന് കളിക്കും. ബ്രസീലിനെ അവർ വീഴ്ത്തിയാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു വല്ലാത്ത ബൂസ്റ്റിംഗ് ആയിരിക്കും, വല്ലാത്ത കോൺഫിഡൻസും ആയിരിക്കും. അത് വരും സ്റ്റേജുകളിൽ അവർക്ക് വലിയ രൂപത്തിൽ അവരെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ സാർ, ആര് ജയിക്കും? എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാം, എന്നാലും നേരത്തെ പറഞ്ഞ പോലെ വളരെ ഞാൻ പറഞ്ഞ ഒരു ക്ലോസ് കോൺടെസ്റ്റ് ആയിരിക്കും. പക്ഷേ സ്റ്റിൽ ബ്രസീൽ എന്ന് പറയുന്നത് എന്താ പറയുക, എപ്പോഴും ഞാൻ ആഗ്രഹിക്കും, നമ്മൾ ആക്ച്വലി എന്താ പറയുക, ബ്രസീൽ ടീം എന്ന് പറയുന്നത് ഒരു മിനിമം ഗ്യാരണ്ടി നമ്മൾ വിശ്വസിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കുന്ന മത്സരങ്ങളിൽ വിജയിക്കും, തോൽക്കുക എന്നുള്ള രീതിയിൽ പൊതുവെ ആക്ച്വലി മനസ്സിലായി. അപ്പോൾ ആ രീതിയിൽ തന്നെ എസ്പെഷ്യലി എന്താ പറയുക, ആഞ്ചലോട്ടിയുടെ ഒരു മാനേജിങ് കപ്പാസിറ്റിയും അതിൻ്റെ കൂടെ എന്താ പറയുക ആ രീതിയിൽ പുറകിലുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് ഒരു ടീമായിട്ട് നന്നായി കളിച്ചിട്ട് ഒരു വളരെ നേരിയ മാർജിനിൽ ബ്രസീൽ ജയിക്കുമെന്നാണ് ഞാൻ വരുന്നത്. ഒരു 2-1 2-1 ആവാം, 1-0 ആവാം. ചിലപ്പോൾ ആക്ച്വലി എന്താ പറയുക ഗോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കൂടുതൽ അങ്ങോട്ടും കൂടി വന്നേക്കാം. പക്ഷെ എന്നാലും സ്റ്റിൽ ഒരു നേരിയ മാർജിനൊക്കെ ചിലപ്പോൾ ബ്രസീൽ ജയിക്കുന്ന തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ആഞ്ചലോട്ടി പറഞ്ഞ പോലെ ഡിഫൻസ് സ്ട്രോങ് ആക്കണം, അറ്റാക്കും മികച്ചതാക്കണം. ആ ട്രാൻസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ മസ്റോയും അക്കിയും ഒക്കെ കയറി പോന്നിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസിഷൻ്റെ വേഗതയിലൂടെ ബ്രസീൽ മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ പക്ഷേ അക്കീം പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞങ്ങൾ മുതലാക്കുകയാണെങ്കിൽ, അതിൻ്റെ അഡ്വാൻറ്റേജ് ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ ദിവസം കൂടിയാണെങ്കിൽ ഞങ്ങൾ ജയിച്ചു കയറും, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ബ്രസീലിനെ പേടിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഗെയിം ഓൺ എന്ന് തന്നെ ഞാൻ പറയും. ഇന്നൊരു സൂപ്പർ പോരാട്ടം നമുക്ക് കാണാൻ പറ്റും. ആര് ജയിക്കുന്നില്ല കാത്തിരുന്ന് കാണാം. ഷിഹാബ് സാർ പറയുന്നത് ബ്രസീൽ ജയിക്കും തന്നെയാണ്. അത് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു പ്രൊഡിക്ഷൻ രേഖപ്പെടുത്തുക. നാളെ ഈ കളിക്ക് ശേഷമുള്ള വിശകലനങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.